പി. കൃഷ്ണദാസ് 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ആവർത്തിച്ചു പറയുന്നത് കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതം കുറച്ചിരിക്കുന്നു. അതിനെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് നവകേരള സദസ്സിന്റെ പ്രാഥമിക ലക്ഷ്യം. അത് ഞങ്ങൾ പറയും. അത് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് പൊള്ളുന്നത് എന്തിനാണ് എന്നതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. നിങ്ങൾ കേരളത്തെ ഞെരുക്കുന്നു, കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു. ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറുപടിയുണ്ടോ 140ാമത്തെ മണ്ഡലത്തിലും? ശ്രീ അരുൺ, ഈ യാത്ര തുടങ്ങിയത് തന്നെ കേരളത്തിലെ ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ യാത്ര തുടങ്ങിയത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള വിഷയം ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അതെ 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 അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും പറഞ്ഞത്. ഈ യാത്ര തുടങ്ങിയ സമയത്ത് കാസർഗോഡ് മുതൽ 2 ദിവസം മാത്രമാണ് ഈ യാത്രക്കെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ഇല്ലാതിരുന്നത്. ബാക്കി എല്ലാ ദിവസവും ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അതിന്റെ അല്ല, ഞങ്ങൾക്കെതിരായിരുന്നല്ലോ എല്ലാ ചർച്ചകളും. ഞങ്ങൾക്കെതിരായിരുന്നു എല്ലാ ചർച്ചകളും. അല്ല, പ്രതിഷേധം അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രിയിലേക്ക് വരാം. ആ വിഷയങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ കിട്ടി എന്ന് പറയുന്ന പരാതി ആർക്കെതിരായിരുന്നു? കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഏതെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ? 6.5 ലക്ഷം പരാതി ലഭിച്ചതിൽ ഏതെങ്കിലും ഒരു പരാതി കേന്ദ്ര ഗവൺമെന്റിനെതിരെ ലഭിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് വിഹിതത്തിന്റെ ഭാഗമായി നടപ്പാക്കാതെ ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ വിഷയങ്ങൾ സർക്കാർ പുറത്തുവിടട്ടെ. കിട്ടിയ പരാതികൾ എത്രയാണ് എന്നുള്ളത്. അങ്ങനെയുള്ള പദ്ധതികളിൽ നിന്ന് ഈ സർക്കാരിന് കിട്ടിയിട്ടുള്ള പരാതികളിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 4% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25,000 വരുന്ന പരാതികൾ പരിഹരിക്കപ്പെട്ടു. എന്തായിരുന്നു പരിഹരിക്കപ്പെട്ട പരാതികളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നത്? പരിശോധിക്കാം. അല്ലെങ്കിൽ 5 ലക്ഷത്തിന്റെ കടമുണ്ട് എന്ന് പറഞ്ഞ ആൾക്ക് 500 രൂപ കുറവ് കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന തീർപ്പാക്കലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട്. അല്ല, അതായിക്കോട്ടെ. വ്യാജമായിട്ട് അല്ല, ഞങ്ങളല്ലല്ലോ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ അത് വ്യാജമാണെങ്കിലും അല്ലെങ്കിൽ അത് പറയട്ടെ ജനങ്ങളോട്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളും ഈ യാത്രയുടെ 2ാമത്തെ ആഴ്ചയിൽ തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അല്ല, ബാധ്യസ്ഥയല്ല, അങ്ങനെയല്ല, ബാധ്യതയായതല്ല, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾ തെറ്റാണ് എന്ന് പറയേണ്ട സാഹചര്യം ധനകാര്യമന്ത്രിക്കുണ്ടായി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാർലമെന്റിൽ ശ്രീ പ്രേമചന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം, കേരളത്തിന് GST നഷ്ടപരിഹാരം എത്ര കിട്ടാനുണ്ട് എന്നുള്ള ചോദ്യം. അതുവരെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് 12,000 കോടി, 15,000 കോടി, 20,000 കോടി, 28,000 കോടി, അതുവരെ എത്തി നിൽക്കുകയായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞപ്പോൾ അത് 754 കോടി രൂപയായി. അതിന്റെ പിറ്റത്തെ ആഴ്ചയിൽ ഞങ്ങൾക്കത് കിട്ടാനില്ല, ആ വിഷയം ഞങ്ങൾ പിൻവലിക്കുന്നു എന്നുള്ളതായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട അതൊരു വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം കേരളത്തിന് ഞാനൊന്ന് തീർക്കട്ടെ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പദ്ധതികൾക്ക് പണം മുടക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മടിക്കുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ ആരോപണം. ഇതിലേത് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് സമർപ്പിച്ചതിന് ശേഷം അനുമതി ലഭിക്കുകയോ അനുമതി ലഭിച്ചതിൽ പണം കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടുള്ളത്? മെട്രോ റെയിലടക്കം എല്ലാത്തിനും കേന്ദ്രത്തിന്റെ പണം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വിഷയങ്ങളിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളിലും. ഇനി കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 58,000 കോടി രൂപയാണ് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൈവേയുടെ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയത്. ഇനി അടുത്ത വിഷയം, കേരളത്തിന്റെ കടം എഴുതിത്തള്ളുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന്റെ വായ്പാ പരിധി കുറച്ചു എന്നുള്ളതായിരുന്നു അടുത്ത ആരോപണം പ്രധാനമായും ഉന്നയിച്ചത്. അല്ല, ശരിയല്ല. അതാണ് ഡോക്ടർ അരുണിനെ പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള എന്റെ അഭിപ്രായം. കേരളത്തിന്റെ വായ്പാ കടത്തിന്റെ പരിധി എത്രയാണ്? 3%. GDPയുടെ 3. കേന്ദ്രത്തിന്റെ അവിടെ കേന്ദ്രത്തിന് പരിധിയില്ലല്ലോ. അങ്ങനെയല്ലെന്ന് അരുണിനെ നിങ്ങൾ ഭരണഘടനാപരമായി അരുൺ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. അല്ലല്ല, അങ്ങനെയല്ല. അടുപ്പിലൊക്കെ അവിടെ നിൽക്കട്ടെ. അടുപ്പിൽ നിങ്ങൾ തീ പോയേക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അതായത് 3% കൂടുതൽ ഒരു സംസ്ഥാനത്തിനും GDPയുടെ 3% കൂടുതൽ കടമെടുക്കാൻ കഴിയില്ല. കേരളത്തിന്റെ GDPയുടെ 3%. കേരളത്തിലെ GDPയുടെ 3% എന്ന് പറഞ്ഞാൽ 30,000 കോടിയാണ്. ഇനി എക്സ്ഗ്രേഷ്യയായി ഒരു 0.5% കൂടി എടുക്കാം. അങ്ങനെ വരുമ്പോൾ 5,000 കോടി കൂടി എടുക്കാം. ആ 5,000 കോടി കൂടി എടുക്കുമ്പോൾ കേരളത്തിന് 35,000 കോടി നിലവിൽ കേരളം കടമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കേരളത്തിന് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുടെ നിലപാട് കൂടി എന്തുകൊണ്ടാണ് വായ്പാ പരിധി കുറച്ചത്? കിഫ്ബി അങ്ങനെയല്ല.
തെറ്റിദ്ധരിപ്പിക്കല്ലേ? വായ്പാ പരിധി കൊണ്ടുവന്നു. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത്രേ ഉള്ളൂ. വായ്പാ പരിധി കൂട്ടണ്ട, 3% തന്നെ തുടർന്നാൽ മതി. കിഫ്ബിയും പെൻഷൻ കമ്പനിയും അതിന്റെ പരിധിയിൽ നിന്ന് മാറ്റിയാൽ മതി. അതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതാണ് വിഷയം. അങ്ങനെയാണ് 36,000 കോടി ആയത്. അങ്ങനെയാണെങ്കിൽ കിഫ്ബിയുടെ വായ്പ ഉൾപ്പെടുത്താതെ 36,000 കോടിയായ കണക്കാക്കുന്നു. അതാണ് ഡോക്ടർ അരുണിന്റെ വാദമെങ്കിൽ ഇ.ഡി. ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത് അങ്ങ് അംഗീകരിക്കും. ഓടി. അരുൺ, അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ വന്നാൽ ഭരണഘടനാനുസൃതമായി ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്ന ഐസക് തോമസിനെതിരെ കേസ് വരും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം NOC കൊടുത്ത ഒന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുഖ്യമന്ത്രി പറയുന്നത് പോലെ വിവരങ്ങൾ ഞങ്ങളുടെ ശരി, മുഖ്യമന്ത്രി പറയുന്നത് പോലെ കേന്ദ്രം കേരളത്തെ ജനിക്കുന്നില്ല. അങ്ങനെയില്ല. അങ്ങനെ